ഇത് നമ്മളെ മറ്റേ കാക്ക ഞാനെന്നാൽ അന്നെ കണ്ടില്ലേ കേട്ടോ. ഇയാണില്ലേ എന്നെ വല്ല കവറും പൊട്ടിയോ? ഞാൻ അന്നെ കാണാൻ വേണ്ടി കാത്തുക്കേ. എന്തേ? വേറൊന്നല്ല, അന്ന് ഈ ഒരു ഓട്ടോ ഓടിയതാണല്ലോ എനിക്ക് വേണ്ടി. അതിപ്പോ നമുക്ക് എണ്ണ പൈസ പൈസ ഉണ്ടേ കാക്ക. അത് പ്രൈവറ്റ് ഓട്ടോറിക്ഷ അല്ലേ, അതിന് പൈസ ഒന്നും വേണ്ടേ. ഞങ്ങൾ അന്ന് സഹായിച്ചതല്ലേ, നിങ്ങളാ പിന്നെ ഇത് പൊട്ടി നിന്നിട്ട് കവർ പൊട്ടി നിന്നിട്ട് സഹായിച്ചതല്ലേ. എന്താ പറയുന്നത്? പ്രൈവറ്റ് ആയാലും ശരി, ടാക്സി ആയാലും ശരി, എണ്ണ വേണമല്ലോ വണ്ടി ഓടണമെങ്കിൽ. അതിന് പൈസ കൊടുക്കണല്ലോ. അന്റെ എണ്ണ കുഴിച്ചെടുക്കണമെന്നില്ല. വേണ്ടേ, ഞാൻ അങ്ങനെ ചെയ്തല്ല, നേരെ സഹായം ചെയ്തല്ലേ. ഇത് വെച്ചായത് നിന്റെ മനസമാധാനത്തിന് ആ കയ്യിലൊക്കെ. അന്ന് ഈ എങ്ങട്ടാ കുട്ടിയെ? ഞാൻ സ്ഥലം വരെ പോവാണേ. അല്ല, അനക്ക് തിരക്കില്ലെങ്കിലേ എനിക്കൊരു ചെറിയ ഓട്ടം ഉണ്ടായിനി. തിരക്കന്നെ. എന്നാല് എവിടേക്കാണ് പറയും? സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് പ്രൈവറ്റ് ആണ്, മറ്റേ ബേജാറാകൊന്നും വേണ്ട. ഇത് നമ്മള് രണ്ടാളല്ലേ അറിയുള്ളൂ. എന്നാ ഞാൻ കേറട്ടോ. എന്നാ കേറി. കാലേറ്റ് സുഖല്ലേ? കാലൊന്നും പറയണ്ട കുട്ടിയേ. ഓക്കെ, കേടുപാടുകൾ സംഭവിച്ചു പോയി. ഹലോ, അല്ല ചങ്ങ, ഇപ്പൊ സമയത്രയായി? എന്നോട് ഞാൻ പറഞ്ഞതല്ലേ 2500 പിന്നെ ജിപേ ഇടണമെന്ന്. ഇത്രയും നേരമായിട്ട് ഈ അത് ഇട്ടില്ല എന്ന് പറഞ്ഞില്ല. എന്താ എന്റെ കഥ? വേഗം ഇട്ടോ. അല്ല, എനിക്ക് സമയമില്ല. അതാണ്, സമയത്തിനും പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണ്ടത്. മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ സ്വഭാവം കാണിക്കണം. എന്നാ ശരി, വേഗം ഇപ്പൊ തന്നെ ഇട്ടോളാം. ഈ ആൾക്കാർ ഇങ്ങനെയാണ്. എന്ത് പറഞ്ഞ മാതിരി ചെയ്യണ്ടേ? തരാന്ന് പറഞ്ഞ സമയത്തിന് തരണ്ടേ? വേറൊരാളെ കൂടി നോക്കി. ഹലോ, അജയല്ലേ? അജയരെ, നിങ്ങളാ നമ്മളെ കൊപ്പറിന്റെ തേങ്ങന്റെ പൈസ ഇട്ടില്ല? എത്ര കിലോണ്ട്? 12,000 റുപ്യ. 12,000 ഇട്ടാലേ. 12,000 എനിക്ക് അർജന്റാണ്. ചിന്നിപ്പോ കിട്ടണം 12,000. എന്ത് പണിയാ ചെയ്ത്? നേരം എടുത്തിപ്പോ സമയത്തിലായി. ഈ പൈസ ഒന്നും ഇട്ടാ ജിപേ ചെയ്യേ. എന്തിനാ ഇപ്പൊ ലിക്വിഡ് മണി കയ്യിൽ വേണ്ടല്ലോ, ജിപേ ചെയ്താ പോരെ. ഇതിൽ തന്നെയാണോ? അല്ല, കൊറേ നേരം കറങ്ങൽ തുടങ്ങിട്ട്. റൈറ്റ് പോട്ടെ. നമുക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനം എടുക്കാണ്ട്. പെരേക്കാണോ? പെരയിലേക്കാണ്. എത്ര സാധനം വാങ്ങിയാലും ഓക്ക് തികയില്ല. വെളിച്ചെണ്ണക്ക് എത്രയാ വാങ്ങണം എന്നുള്ളതിന് വല്ല കണക്ക് കയ്യുണ്ടോ? വെളിച്ചെണ്ണ പേരും വിലയാണല്ലേ? പേരും വിലയാണ്. അതിനനുസരിച്ച് ചിലവല്ലേ? നിങ്ങൾക്ക് കുറെ പൈസകളൊക്കെ വരാൻ നിൽക്കണോ? കുറെ നിങ്ങൾ പോകുമ്പോൾ ആ പൈസ കിട്ടാനല്ലേ? കിട്ടാനുള്ളതാണ് കുട്ടിയെ. അത് വിചാരിച്ചിട്ട് നമുക്ക് ചെലവാക്കണതിന് ഒരു ലിമിറ്റ് വേണല്ലോ. പൈസ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ധർമ്മം കൊടുക്കാം, എന്നാലും വെറുതെ ചെലവാക്കരുത്. അല്ല, അനക്കിപ്പോ എന്താണ് ഏർപ്പാട്? ഞാൻ ഡ്രൈവറായും പോവും, പിന്നെ ഡിസ്റ്റാൻഡിനൊക്കെ ഫിറ്റ് ചെയ്യണ വർക്കാണ്. അന്നെപ്പോലത്തെ ഒരു ഡ്രൈവർ എനിക്ക് കിട്ടിയാൻ വേണ്ടിയില്ലാന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. എന്താച്ചാ ആനെ കയറി കൂടെ. മര്യാദ ശമ്പളം തരാം. അല്ല, അപ്പൊ ശമ്പളം ഉണ്ടാവും. നിങ്ങളിപ്പോ കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഈ കണക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ മനസ്സിലായിക്കൂടെ? പൈസ കുറെ വരാണ്ടല്ലോ. നമ്മള് വെറുതെ കണക്കല്ല, നമ്മൾക്ക് ഏർപ്പാടുണ്ടേ. മോനെ ഇതിന്റെ ആ പാർക്കിങ്ങിലേക്കാണ് കൊണ്ടുപോയിട്ടോ. സാധനം വാങ്ങാനാ. വണ്ടി പാർക്കിങ്ങിലേക്ക് പോട്ടെ. എന്നാ കുട്ടിയെ, ഇവിടെ നിർത്തിക്കോ. ഞാൻ പോയി സാധനം വാങ്ങിട്ട് വരാം. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരാം. അല്ല, ഇപ്പൊ സാധനം ഏതായാലും വാങ്ങാനുള്ളൂ. അനക്ക് എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. 2 കുട്ടികളാ? 2 കുട്ടികള്. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ കുട്ടിക്ക് വേണ്ടേ? അല്ല, 2 ചോക്ലേറ്റ്, ലേശം അണ്ടിപ്പരിപ്പും ഒരു കാരക്കേന്റെ പാക്കറ്റ് ഒക്കെ വാങ്ങി തരാടാ. കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്ക്. ഇത്ര കൂടുതൽ എന്റെ നേരെ ഓടിയില്ലല്ലേ? ഒന്നും വേണ്ടില്ല. എന്റെ സന്തോഷത്തിന് പോയി വരിട്ടാ. ഞാൻ ഒക്കെ കൂടി വാങ്ങിട്ട് വരാട്ടാ. ഇവിടെ തന്നെ നിക്കണേ. നിങ്ങളെ കാലേറ്റും വെജ അല്ലേ? അത് സാരില്ല. പാവം ഒരു സാധുവാണ്. വേഗം വന്നാതിരുന്നു. എന്റെ കുട്ടികൾക്കൊക്കെ സാധനം കൊണ്ടുവന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടാണ് ഇപ്പൊ. എത്ര പ്രാവശ്യമാണത്? എത്ര ആൾക്കാർ നന്നാക്കിച്ച് ഇത് നല്ല മിന്നി വലിച്ചെറിയാ വേണ്ടത്. സാധനങ്ങളെ കിട്ടിയില്ലേ? സാധനങ്ങളെ കാര്യം ഒന്നും പറയണ്ട മോനെ. ഒന്നും പറയണ്ട. ഞാനേ കയ്യില് പൈസ ഒന്നും കരുതലില്ല. അപ്പൊ നമുക്ക് ജിപേ സൗകര്യം ഉണ്ടല്ലോ. എന്താ ഇപ്പൊ പറയാ, ഇത് ജിപേ ചെയ്യണ സമയത്ത് ഒരൊറ്റ ഓഫായാല് പെട്ടെന്ന് ഓഫായി. അവിടെ ചാർജർ ഉണ്ടല്ലോ, അവിടെ കുത്തിവെച്ച് നോക്കിയാൽ മതി. എല്ലാ ചാർജറിലും കുത്തിയേക്കിന്റെ കുട്ടിയെ. എന്നിട്ട് അതല്ല ഇത്ര നേരം വൈകിയത്. എന്നിട്ട് പൈസ കയറാനില്ല വെച്ചപ്പോ എന്താ ചെയ്യാ? 2000 വാങ്ങിയോ?
സാധനം വാങ്ങി 2450 ഉറുപ്പ്യ ഇപ്പൊ അവിടെ കൊടുക്കണം. എവിടുന്നപ്പൊ ഞാൻ എടുത്ത് കൊടുക്കുന്ന ഇപ്പൊ ഈ മൊബൈല് നേരെയാക്കാനൊന്നും നേരില്ല. അന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഈ അത് നോട്ടെ, ഞാൻ പെരലെത്തിയിട്ടാണ് തരാം. നോക്കട്ടെ എന്ത് പൈസ ആയാലും എടുത്തോ, അടക്കാണ്ട് തരാം ഞാൻ. 2500 പറഞ്ഞേ 2450. ഇതൊക്കെ 2500 ഉണ്ട്. 2500 ഇത് പെരലെത്തിയിട്ടാണ് തരാട്ടോ. ഈ പെരലെത്തിയ ഉടനെ തന്നെ എനിക്ക് ഞാൻ എടുത്തു തരാട്ടോ. ഏതായാലും എന്നെ കൊണ്ടാക്കാൻ വരണല്ലോ. ഞാൻ സാധനം എടുത്തിട്ട് വരാട്ടോ. വല്ലാത്തൊരു സ്വീപ്പിലാണ് പറ്റ കാക്ക വരാറിട്ട് ഇപ്പൊ കാണില്ല. കൊറേ സമയമല്ലോ, 1 മണിക്കൂർ കഴിഞ്ഞു. അയാളെ കാണല്ലോ, കൊറേ സമയായി. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ ഒരു മുടി നീട്ടി വളർത്തിയൊരു പിന്നെ കാക്കാനെ കണ്ടങ്ങള് കേട്ടോ വന്നിട്ടില്ല അല്ലേ? വേറെ കൂടി പോയെന്നാവോ കാക്കുവാ? ഒരു പിന്നെ നിറച്ച പിന്നെ താടി മുടിയൊക്കെ ആയിട്ട് ഒരു കാക്കാനെ, വയസ്സായ കാക്കാനെ കണ്ടോ? ഒരു വയസ്സായിട്ടുള്ള ആളല്ലേ, പക്ഷെ നരച്ച താടി മുടി ആയിട്ട് അയാൾ കുറച്ച് നേരത്തെ ഇവിടെ ഇങ്ങനെ ചുറ്റി പറ്റിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. കടലിന്റെ ഉള്ളിക്കൊന്നും കയറിയില്ല, അങ്ങനെ ചുറ്റി അപ്പൊ തന്നെ പോയാണ്. രാത്രി പുതുമ ഞാൻ ഇടങ്ങറ എത്രമാ നേരെ ഞാൻ തിരലോട് എന്താ പഞ്ഞി ചെയ്യാൻ കുടുങ്ങിയാലോ? എന്താ പുരോഗതി ഒരു തന്തേ എന്റെ 2500 വാങ്ങി എന്റെ വണ്ടി ഓട്ടം വിളിച്ച് പോന്നേരും. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പോന്നിട്ടേ പിന്നീട് ഇങ്ങോട്ട് ഉള്ളിൽ കയറി. ഞാൻ കുറെ നേരം കാത്തുനിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൊബൈൽ ഓഫായി പറഞ്ഞാണ്ട് എന്റെ 2500 പൈസയും വാങ്ങി പോന്നാണ്. എന്നിട്ട് അയാളെ ഇവിടെ പോയി കുറെ ഞാൻ തെരഞ്ഞു, ഇവരൊക്കെ തെരഞ്ഞു നടന്നു. അയാളെ രൂപ എങ്ങനെയാണ്? അയാളെ രൂപയെ മുടിയൊക്കെ നീട്ടി വളർത്തി നിറച്ച മുടിയാണ്, താടിയൊക്കെ ഉണ്ട്, തൊള്ളിയിൽ പല്ലൊന്നുമില്ലാത്തൊരു കാക്കയാണ്. എത്ര റുപ്യ കൊടുത്തേ? 2500 കൊടുത്തു. 2500 പറ്റിച്ചല്ലോ. ഇയാളാണോ? ഇയാൾ തന്നെയാണേ. ഇയാൾ തന്നെ കാക്ക ഇപ്പൊ പറ്റിച്ചു പോയത് കാക്ക. ഇയാളെന്നെ? ഇയാളാണ്. എന്റെ കുട്ടിയെ 2500 റുപ്യാണ് മറന്നതാ. അത് ഗോവിന്ദായി. ഓരോ വണ്ടിയും വലിയ വന്ന് ഞാൻ ആലോചിച്ചോക്കുന്നത്.